ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. നമ്മളെ പല പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് വിജയിച്ച കഥ എങ്ങനെയാണ് എന്നുള്ളത് ആണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്നുള്ള ഒരു കഥയും നമ്മൾ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. ഇങ്ങനൊരു ഇൻട്രോ ആദ്യമായിട്ടായിരിക്കും മെഗാ ബിസിന് വരുന്നത്. കാരണം പല എക്സാംസിലും ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയാലും മറ്റുള്ള RRB ആണെങ്കിലും ഒക്കെ വിജയകഥകൾ മിസ് പറഞ്ഞു. പക്ഷേ ഈ ഒരു കഥയിൽ നമ്മുടെ പരാജയപ്പെട്ട ഇപ്പൊ റീസെന്റ്ലി ഏതാ KSF അഡ്വൈസ് വന്നിരിക്കുന്നത്. പക്ഷെ പരാജയപ്പെട്ട കഥ അറിയണം. അതാണ് ഇന്ന് ഞാനും മേഘാ മിസ്സും നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. മേഘാ മിസ്സിന്റെ KS-ന്റെ കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് മിസ് പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ ആശാ മിസ് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം എപ്പോഴും നമ്മൾ ഏത് വീഡിയോസ് എല്ലാവരും എടുത്ത് നോക്കുക, സക്സസ് സ്റ്റോറീസ് ഓഫ് ഇന്ന UPSC ആസ്പിറൻസ് അല്ലെങ്കിൽ KS ആസ്പിറൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താണെങ്കിലും അതാണ് നമ്മൾ നോക്കുക. പക്ഷേ ഈ സക്സസ് സ്റ്റോറീസ് പറയുന്ന കൂട്ടത്തിൽ പരാജയപ്പെട്ടവന്റെ കഥ കേൾക്കുമ്പോഴാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാവുകയും അത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ കോച്ചായിട്ട് ഇരിക്കുന്ന ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് പരാജയപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. പക്ഷെ അവർക്ക് പറയാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ തോൽക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ KS-നെ സംബന്ധിച്ച് എൻ്റെ ഒരു UPSC ജേർണി, UPSC പ്രിപ്പറേഷൻ അവിടെ തൊട്ട് തുടങ്ങണം. എന്തായിരുന്നു മേഘാ മിസ് പഠിച്ചത്, എങ്ങനെയാണ് UPSC-യിലേക്ക് എത്തിയത്? അതെ, സോ 7ാം ക്ലാസ് തൊട്ടിട്ടുള്ള ഒരു മോഹമായിരുന്നു. അന്ന് ഉഷ ടൈറ്റസ് മാം ആണ്, ഞാൻ സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉഷ, അതെ, മാം വന്നപ്പോൾ സമയത്ത് അപ്പോഴാണ് ആദ്യം ഇത്രയും ഒരു വളരെ എന്താ പറയാ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടി ഒരാൾ എല്ലാവരും ബാൻഡ് മേളവും ഒക്കെ നമ്മൾ ബാൻഡൊക്കെ കൊട്ടി ഒരാളെ ഇങ്ങനെ കൊണ്ടുവരുന്നു. അത്രയും അല്ലേ, അപ്പൊ ആരാണ് ഇവർ? അപ്പോഴാണ് പാലക്കാട് ജില്ലാ കളക്ടറാണ്. അപ്പോൾ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കാണുകയാണ്. പിന്നെയാണ് അല്ലെ ആ ഒരു കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പവർഫുൾ പൊസിഷൻ ആണെന്ന് അന്നത്തെ പ്രായത്തിൽ മനസ്സിലാക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് ഈ പറയുന്നത്, അന്ന് നെറ്റ് അത്രയും വ്യാപകമല്ല, പക്ഷെ പുസ്തകങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ആളുകളുടെ കഥകൾ വായിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ദൂരദർശനിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിൽ അന്നേ കയറിക്കൂടിയ സ്വപ്നമായിരുന്നു സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതിനുശേഷം അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക്, ഞാൻ +2 സയൻസ് ആയിരുന്നെങ്കിലും ഡിഗ്രിക്ക് പഠിച്ചത് ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററിയാണ്. കാരണം സിവിൽ സർവീസിന് അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി തന്നെ എടുത്തത്. അതിന് ഡബിൾ മെയിൻ എന്നാണ് അതിന് പറയുക. പക്ഷെ പലരും കുറ്റം പറഞ്ഞു, കാരണം അന്ന് എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ ട്രെൻഡ്, കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടും, അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ എനിക്കിഷ്ടം ഇതായിരുന്നു കൊണ്ട് ഞാൻ ഡബിൾ മെയിന് പോയി, അത് പഠിച്ചു. അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോട് കൂടി തന്നെ പാസ്സായി. യെസ്, അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം. അത്രയും ഇഷ്ടത്തോടുകൂടി പഠിച്ചു. അതിനുശേഷം പിന്നീട് PG എടുത്തത് ഇംഗ്ലീഷിൽ തന്നെയാണ്, MA ഇംഗ്ലീഷ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ആദ്യം എഴുതിയ പരീക്ഷ റെയിൽവേ RRB എക്സാം ആയിരുന്നു, അത് ക്രാക്ക് ചെയ്തു. അതിനുശേഷമാണ് ഗ്രൂപ്പ് D ആയിട്ട് ഞാൻ ട്രിച്ചി ഡിവിഷനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവണ്ണാമലൈ സെക്ഷനിൽ ഏകദേശം ഒരു 2.5-3 കൊല്ലത്തോളം സർവീസിലുണ്ടായിരുന്നു, ട്രിച്ചിയിലുണ്ടായിരുന്നു, തിരുവണ്ണാമലയിലുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത്, ഇതല്ല ഞാൻ ഇരിക്കുന്ന സ്ഥലം, അതെ ഞാനിതല്ല, ഇതെന്റെതല്ല എന്ന് പറയില്ലേ ജഗതി, അതുപോലെയാണ്. അയ്യോ ഇതെന്റെ അല്ല, അത് ഞാനല്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് മാറിയിട്ട് ഞാൻ ആദ്യം ലീവ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. CCL എടുത്തു, ചൈൽഡ് കെയർ ലീവ് എടുത്തു. മോനുള്ളതുകൊണ്ട് ചൈൽഡ് കെയർ ലീവ് കിട്ടി. നമ്മൾ RRB-യുടെ വീഡിയോ പറഞ്ഞപ്പോൾ അതിന്റെ കുറെ പോസിറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ, അല്ലാണ്ട് റെയിൽവേ മോശമായിട്ടല്ല, റെയിൽവേ നല്ല ജോലിയാണ്, ഒക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ട് ഞാൻ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് വരികയാണ്. അവിടെ സ്കോളർഷിപ്പ് കിട്ടുകയാണ്, സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ പഠിക്കുന്ന സമയത്താണ് എന്താണ്, ഞാൻ വളരെ കംഫർട്ട് സോണാണ്, കാരണം ശമ്പളം ഉണ്ടല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കംഫർട്ട് സോണിലാണല്ലോ. അപ്പൊ ഈ കംഫർട്ട് സോൺ വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് പോയി ജോലി രാജിവെക്കുകയാണ് ചെയ്യുന്നത്. അന്നും കുറെ പേര് എന്തിനാ രാജിവെക്കുന്നൊക്കെ ചോദിച്ചു, ആസ് യൂഷ്വൽ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിലൊരു റിസ്ക് എടുക്കുക, റിസ്ക് ആണ്, ചാലഞ്ച് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രമിച്ചില്ല. നമ്മുടെ ഏതോ സിനിമയിൽ പറയുന്ന പോലെ വാതിൽ തുറന്നു നടക്കുന്നുണ്ടായിരുന്നു, ഒന്ന് നമ്മള് തുറന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ മാറിപ്പോയേനെ. പക്ഷെ നമ്മൾ ആദ്യം അത് തുറക്കാൻ പറ്റുമോ, ഒന്ന് തുറന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ നമുക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അന്നാകെ ഒരു 10-24 വയസ്സായിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രായവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
സിവിൽ സർവീസിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് എൻലൈറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലും പിന്നെ മറ്റ് കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് പഠനത്തെ ക്രമീകരിക്കുന്നു. പിന്നീട് പ്രിലിംസ് എഴുതുന്നു, മെയിൻസ് എഴുതുന്നു. പക്ഷെ അപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരിക്കലും ഇന്റർവ്യൂ കോള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതെ എല്ലാം സ്വപ്നങ്ങൾ. അപ്പോഴേക്കും പിന്നെ ഒരുപാട് ഇന്റർവ്യൂസ്, ഈ പറയുന്ന പോലെ ഹരിത വികുമാറിന്റെ ഇന്റർവ്യൂ, രേണുരാജിന്റെ ഇന്റർവ്യൂ, അങ്ങനെ കുറെ ഇന്റർവ്യൂസ് അന്ന് നമ്മുടെ സിലബസ് പരിചയമുള്ള കുറെ പേര് കയറുന്നു. ഇതൊക്കെ ഉണ്ട്. അപ്പോഴും നമ്മൾ അടുത്ത വർഷം കയറുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാമ്പും കൂടിയും കളിക്കുന്ന പോലെ 97-ലോ 96-ലൊക്കെ എത്തുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാവില്ല ഇങ്ങനെ താഴത്തേക്ക്, അതേപോലെ സുർന്ന് പറഞ്ഞിട്ട് ഒരു വീഴ്ച, അതാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് KS വരുന്നത്. അപ്പൊ KS എന്ന് പറയുമ്പോൾ സ്വാഭാവികം എനിക്ക് കുറച്ചും കൂടി കേരളത്തെ കുറിച്ചൊക്കെ പഠിക്കാനും അറിയാനും ഒക്കെ അതിനിടയ്ക്ക് ഒരു PSC എക്സാംസും വന്നിട്ടില്ല. PSC എക്സാംസ് ഞാൻ എഴുതിയിട്ടില്ല. ഈ PSC എക്സാംസ് അപ്പൊ അതുകൊണ്ട് കേരള ഹിസ്റ്ററി ഒക്കെ അന്ന് പുതിയതല്ലായിരുന്നോ? കേരള ഹിസ്റ്ററി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ മെയിൻ പഠിച്ചത് സിവിൽ സർവീസിന് ഹെൽപ്ഫുൾ ആണെന്നുള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീധര മേനോനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PSCക്ക് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു കാരണം അന്ന് റെയിൽവേയിൽ ജോലിയൊക്കെ രാജിവെച്ചു. അതെ, അപ്പൊ അതുകൊണ്ട് SAPന്റെ ട്രെയിനറാണ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ട്രെയിനറാണ്. സോ അത് ഞാൻ നിർഭങ്കര കോളേജിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ PSCക്ക് ടാലന്റിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരള യാത്ര. അപ്പൊ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഈ ഒരു മാസത്തേക്കായിരുന്നു, ചിലപ്പോൾ എത്ര മാസത്തേക്കായിരുന്നു KS നോട്ടിഫിക്കേഷൻ വന്നു കഴിയണം പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? അല്ലല്ല, KS വരും എന്നുള്ള ഒരു വാക്കുകൾ കേട്ടപ്പോ തന്നെ UPSC എഴുതിയില്ല. ആ തവണ എഴുതി. സിവിൽ സർവീസ് എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ KS വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഇത് കിട്ടാൻ കുറച്ചും കൂടി സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ കേരള ചരിത്രവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായി വായിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ സിലബസ് വരികയാണ്. സിലബസ് വരുമ്പോൾ ആദ്യം കാണുമ്പോൾ സത്യം പറഞ്ഞു എന്ത് വലിയ സിലബസ് ആണ്. ശരിക്കും UPSCയുടെ ഒരു മിനി വേർഷനായിട്ടാണ് അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇരുന്ന് അതിനൊന്ന് കൃത്യമായി ഡീകോഡ് ചെയ്തപ്പോഴാണ് പ്രിലിംസിനും മെയിൻസിനും ഒരേ സംഭവം തന്നെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പലരും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെബ്സൈറ്റിൽ കാണുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തറിയോ, ഇത് പ്രിന്റ് എടുത്ത് വെക്കണം. ഇതേപോലെ ഇത് പ്രിന്റ്, അത് ഞാൻ പല ഇപ്പോഴും കഴിഞ്ഞ നമ്മുടെ KSലെ മിക്ക ആൾക്കാരുടെയും കയ്യിൽ ഈ ഒരു പ്രിന്റ് ഉണ്ട്. പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം. അപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രിന്റ് എടുത്ത് വെച്ച് കൃത്യമായിട്ട് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ള എഴുതി വെച്ചു. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പോളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ പ്രിലിംസിന് വരുന്നത് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, പിന്നെ ബേസിക് മാത്സ്, റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തീരെ അറിയാത്ത പോർഷൻസ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ കേരള ഇക്കോണമി തീരെ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ KS എഴുതുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മാതൃക ഇല്ല. ഇപ്രാവശ്യം നമുക്ക് മാതൃക ഉണ്ട്. അന്ന് ഒരു എന്താ പറയാ, എന്താണ് ഒരു ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ. എവിടുന്ന് പഠിക്കും? അപ്പോഴേക്കും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ബുക്കുകളൊക്കെ ഇറക്കി, റാങ്ക് ഫയലിനൊക്കെ നല്ല വില കൊടുത്ത് തന്നെ റാങ്ക് ഫയലുകളൊക്കെ ഇറങ്ങി. പക്ഷേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും തന്നെ പെർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സപ്പോർട്ടും കൂടി എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയേനെ എന്ന് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഓവർ കോൺഫിഡൻസ് ആവട്ടോ ചിലപ്പോൾ, അതുമായിരിക്കാം അല്ലെ. അങ്ങനെ ഓവർ കോൺഫിഡൻസിന്റെ ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓവർ കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് എന്നെ കൊണ്ട് പറ്റും, കുറച്ച് സീക്ക് ചെയ്യേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ പലരും, എനിക്ക് തോന്നുന്നു എന്റെ ഒരു കേസിൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ പ്രിലിമിനറി ഒക്കെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് എന്ത് ചെയ്യത്തില്ല, ഒരു കോച്ചിങ് എടുക്കത്തില്ല. അത് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താ പൊട്ടക്കണ്ടിലെ തവളയാവും. അത് മനസ്സിലാക്കണമെങ്കിൽ 6 മാസം ഒരു വർഷമോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായിരിക്കും ഈ പറയുന്ന എല്ലാം വിട്ടുപോയിട്ടുണ്ടായിരിക്കും ഇല്ലേ? അതൊരു വലിയ പോയിന്റ് ആണ് ശരിക്കും. പരാജിതർ പറയുന്നു എന്ന് തന്നെ പറഞ്ഞു. സത്യമായിട്ടും അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിശ്വസിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഒക്കെ ഞാൻ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് അഹങ്കരിക്കുന്ന അല്ലേ സംഭവം. അതൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യനാണല്ലോ, ഇതൊക്കെ ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് എന്ന സാധനമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ഹെൽപ്പ് സീക്കേണ്ടതിന് ഒരു അവിടെ എനിക്ക് തോന്നിയത് അറിയാമോ, നമ്മൾ ഈ പറയുന്ന സെൽഫ് പ്രിപ്പറേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കോച്ചിങ് ഒക്കെ പോയി നമ്മൾ നേരത്തെ കുറേ ഡേറ്റയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം കളയും. അപ്പോൾ ഈ എക്സാം അടുക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു ആ സമയത്ത് നമ്മൾ തന്നെ ഈ ഡേറ്റയിലൂടെ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ടെസ്റ്റ് സീരീസോ ചില സബ്ജക്റ്റുകളോ ഒട്ടും
തൊട്ട് നോക്കാൻ സമയം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം പറ്റിയത്. കാരണം ഡാറ്റയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു ടീം എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെന്ററോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അവർ പകുതി പണിയെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ ഗുണം, നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. നമുക്ക് ഡാറ്റയ്ക്ക് ഒരു എന്താ പറയാ ഒരു സ്കേഴ്സിറ്റി വരില്ല. ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് നമ്മളെ മെന്റർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ടൈമിനേക്കാളും കൂടുതൽ പ്രിപ്പയർ നമ്മൾ പഠിക്കണമല്ലോ. ഇത് നമ്മളിങ്ങനെ ശരിയാണ്, ടീച്ചിങ്ങിന് അത് ഓക്കെയാണ്. ഇപ്പൊ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഡേറ്റ പുതു വരണമെന്നുള്ളത്. പക്ഷെ പ്രിപ്പറേഷന്റെ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ എന്റെ ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു ഒരു പ്രാവശ്യം എക്സാംസ് ക്ലിയർ ചെയ്യാതിരിക്കുന്നത്. സത്യമായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതായിരിക്കും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും ഇങ്ങനെ വിചാരിച്ച് നമ്മൾ ഓരോ ഡാറ്റേനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഹെൽപ്പ് സീക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പൊന്നുന്നതല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറ്റുന്ന ആളുകളെ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ മനസ്സിലാക്കും എന്ന് തോന്നുന്ന ടീമിനെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും. ഇനി മൂന്നാമത്തെ പരാജയ കാരണം മെയിൻസ്. പ്രിലിംസ് പാസ്സായി, പ്രിലിംസ് കുഴപ്പമുണ്ടായിരുന്നില്ല. മെയിൻസിന് വരുന്ന സമയത്ത് എൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ്. കാരണം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് തന്നെ, ലിറ്ററേച്ചർ പഠിച്ചതുകൊണ്ട് തന്നെ, മലയാള സാഹിത്യം ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ, സംസാരപ്രിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ എഴുത്തിലും എന്ത് സംഭവിച്ചു, ഒരു എക്സ്പ്ലനേറ്ററി നേച്ചർ കുറച്ച് കൂടുതലായിരുന്നു. ടു ദ പോയിന്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് ഞാനന്ന് ആൻസർ ചെയ്തില്ല എന്നുള്ളതും, അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു ഇത് കിട്ടണമല്ലോ, ഇൻസൈറ്റ് കിട്ടണമല്ലോ. ഇങ്ങനെയല്ല മേഘ എഴുതേണ്ടത്, ഈ ടു ദ പോയിന്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഇന്ന കീവേഡ്സുകൾ വേണം എന്നുള്ള. അപ്പോൾ കീവേഡ്സ് ഇന്നത് വേണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആ ഒരു അറിവ് വളരെ പരിമിതമായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്. കാരണം മെയിൻസിന് ആൻസർ സ്ക്രിപ്റ്റ് അടക്കം TSയുടെ അടുത്ത് വാങ്ങിയ ആളാണ് ഞാൻ. അതോട് പറഞ്ഞോളൂ. അതായത് കഴിഞ്ഞ തവണ ഉറപ്പിച്ചു, എത്ര റാങ്ക് ഉറപ്പിച്ച വ്യക്തിക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞപ്പം ആൻസർ കീ ടീച്ചറുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്താണ് നമ്മുടെ പരാജയ കാരണം. കാരണം നമുക്കറിയാം, കാരണം നമ്മൾ കിട്ടും എന്ന്. അതും ഞാൻ പഠിപ്പിച്ചിരുന്ന പിള്ളേരൊക്കെ കയറി സ്ട്രീം 2ലും 3ലും വന്ന് സൂമിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കയറി, പക്ഷെ ഞാൻ കയറിയില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എത്രയൊക്കെ പുറത്തേക്ക് പറഞ്ഞാലും ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം ആസിഫ് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ ഈ മെയിൻസിന്റെ പരാജയ കാരണം 2 കാരണങ്ങളായിരുന്നു UPSCക്ക് ഉണ്ടായിരുന്ന. ആ കാരണം ഞാൻ അവിടെ വെച്ച് റെക്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ്. അതായത് മെയിൻസ് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ കീവേഡ്സ് എൻ്റെ പേപ്പേഴ്സിൽ ഞാൻ ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതിനെ ഞാൻ എഴുതി ശീലിച്ച് ആ സൊല്യൂഷൻ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് KS കിട്ടിയത്. ഇല്ലേ എനിക്ക് കിട്ടത്തില്ല. വളരെ പ്രതീക്ഷയോടുകൂടി പറയും മേഘചേച്ചി എന്തുകൊണ്ട് വന്നില്ല എന്ന്. ഭയങ്കര, കാരണം നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ, പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ മൂന്നാമത്തെ പരാജയ കാരണം പറഞ്ഞു, നിങ്ങൾ കീവേഡ്സിനെ മനസ്സിലാക്കി എന്താണ് പരീക്ഷ ഡിമാൻഡ് ചെയ്തത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി, എത്ര നല്ല ലാംഗ്വേജ് ഉള്ളവരായിക്കോട്ടെ, ഇത് അല്ല എങ്കിൽ നമ്മൾ മെയിൻസിൽ പരാജിതരാകും. ഇത് തന്നെയാണ് മെയിനായിട്ട്. ഇതാണ് മെയിൻസിനെ എനിക്ക് മാർക്ക് പോകാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. കാരണം പിന്നെന്താണെന്ന് പറയുക, നമുക്ക് ചോദ്യ പേപ്പറിന്റെ ഘടന എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു, 5 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു, 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്നൊരു സർപ്രൈസ് ആണ്. മെയിൻസ് എഴുതുന്നത് വരെ അറിയില്ല അതെങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എഴുതി ശീലമില്ല. നേരെ മറിച്ച് ഞാൻ 10 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് അത് എഴുതാൻ പറ്റും. ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിൽ എനിക്ക് എല്ലാത്തിനെയും പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ വെച്ച് എഴുതും. പക്ഷെ എനിക്ക് 2 മാർക്കിൽ ഉള്ള ചോദ്യം വേർത്തു. സത്യം, ആ 2 മാർക്കുകളാണ് എന്നെ. കാരണം ആ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് കിട്ടിയത് 1/2 മാർക്കും 3/4 മാർക്കുമാണ്. അതായത് അതിൽ എന്റെ കീവേഡ്സിന് എണ്ണം കുറവായിരുന്നു. അതാണ് പ്രശ്നം. സോ അതുകൊണ്ട് കീവേഡ്സുകൾ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ അലൈൻ ചെയ്യാന്നുള്ളത്. അതായത് കീവേഡ്സുകൾ എങ്ങനെ കണ്ടെത്താം, കീവേഡ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു സെഷനായിട്ട് കൊടുക്കാം. എങ്ങനെയാണ് മാക്സിമം കീവേഡ്സ് ഉൾപ്പെടുത്തേണ്ടത്, എന്താണ് മെയിൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പൊ പരാജിത കാരണങ്ങൾ വളരെ വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് ഇന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് പക്ഷെ ഭയങ്കര ഡിപ്രഷൻ അടിച്ച അവസ്ഥയായിരുന്നു. ഈ പറയുന്ന ഒരു ചിരിയും കളിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിൽ താഴത്തേക്ക് അത്രയും പരാജയ ഭീതി. കാരണം മോനുണ്ട്, അവനൊക്കെ വിട്ടിട്ട് ജോലിയും കളഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ
അതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ ദിവസവും പഠിക്കാൻ തയ്യാറാവണം, നമ്മളൊരു ലേണർ ആവണം, ലൈഫ് ലോങ് ലേണർ ആവണം. നമ്മളെ തളർത്താനായി ഒരുപാട് ആളുകൾ ഉണ്ടാവും, സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് മോട്ടിവേഷൻ. എന്തുകൊണ്ട് എനിക്കിത് വേണം, ഞാൻ ഇന്ന പോസ്റ്റിൽ എത്തണം. ഇപ്പോൾ ഇന്ന് ഞാൻ ഡിഗ്രി ലെവലിൽ നല്ലൊരു പോസ്റ്റിലേക്ക് ഞാൻ അഡ്വൈസ് ആയിട്ടുണ്ട്. സോ ഞാൻ വിചാരിക്കും അതൊരിക്കലും ഞാൻ ആ ഒരു പോസ്റ്റിന് വേണ്ടി പെർട്ടിക്കുലറായി പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പഠിച്ചതൊന്നും എവിടെയും പോകില്ല. ഞാൻ എൻ്റെ കേസ് ഞാൻ എക്സാംസ് ക്ലിയർ ചെയ്തു, ഞാൻ കയറിയ ആള് പിന്നീട് ഞാൻ ഇന്ന് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പൊ എനിക്ക് ഓരോരുത്തർക്കും നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ പറയാനുള്ളത് ഇതാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളോട് പഠിക്കണോ വേണോ വേണ്ടായോ എന്നൊക്കെ വിചാരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ പഠിക്കണം മക്കളെ. ഈ ഒരു അവസരം വേറെ എവിടെയും കിട്ടത്തില്ല. 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. OBC 35, 38, SC ST ഈ ഒരു ഏജിലുള്ള ഏത് ഡിഗ്രി പാസ്സായ ആളും ഒരു 5 പൈസ ഫീസ് കൊടുക്കേണ്ട കേരള PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത്ര മികച്ച അവസരമാണ് മുന്നിലേക്ക് വന്നേക്കുന്നത്. ആ അവസരത്തെ യൂസ് ചെയ്യുക, നന്നായി പഠിക്കുക. ഇതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും, തീർച്ചയായിട്ടും അല്ലെ, പ്രയോജനം ഉണ്ടാകും. അപ്പോൾ CC എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതേപോലെ തന്നെയുള്ള ഇന്ററാക്റ്റീവ് സെഷൻസും ക്ലാസ്സുകളും ഒക്കെ പഠിക്കാനും എല്ലാം ഞങ്ങൾ പറഞ്ഞു തരും. ഇതേപോലെ ഒരുപാട് അധ്യാപകർ CCയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്, പലവിധ സബ്ജക്റ്റുകളുമായിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി പോന്നോളൂ, അടിപൊളിയായിട്ട് പഠിക്കാം, നമുക്ക് മാർക്ക് നേടാം. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയുമായിട്ട് കാണാം. വിലയേറിയ അഭിപ്രായം മറക്കരുത്. തീർച്ചയായിട്ടും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.